ഇടുക്കി ഇരട്ടയാറ്റിലെ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കയ്യേറ്റം. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തിന്റെ നടുവിലൂടെ റോഡ് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്തു. KICBയുടെ അനുമതിയില്ലാതെയാണ് നിർമ്മാണം നടന്നത്. റോഡ് നിർമ്മാണത്തിന് NOC നൽകിയിട്ടില്ലെന്ന് KICB വ്യക്തമാക്കി. മുൻപ് ടാറിംഗ് ഉണ്ടായിരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് സുബിൻ, വിശദാംശങ്ങൾ. രാജീവ്, ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇരട്ടയാർ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലാണ് ഈ കയ്യേറ്റം നടന്നിട്ടുള്ളത്. വർഷങ്ങളായി ഇത്തരത്തിൽ ഈ ക്യാച്ച്മെന്റ് ഏരിയകളുടെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കയ്യേറ്റം നടക്കുന്നുവെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് ഈ റോഡ് നിർമ്മിച്ചത്. റോഡ് നിർമ്മിച്ച് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയക്കുള്ള റോഡാണ്. അത് ഏകദേശം 10ഓളം വീടുകളാണ് അവിടെ ഉള്ളത്. ആ വീടുകളിലേക്ക് വേണ്ടി മാത്രമാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ആ റോഡ് നിർമ്മിച്ച ശേഷം അത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിൽ KICBയുടെ യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ്, അല്ലെങ്കിൽ KICBയുടെ അധീനതയിലുള്ള സ്ഥലത്ത് അവരെ അറിയിക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർഡ് മെമ്പറുടെ ഒത്താശയോടുകൂടിയാണ്, അല്ലെങ്കിൽ വാർഡ് മെമ്പറാണ് ഈ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ റോഡിന്റെ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തിന്, അല്ലെങ്കിൽ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലെ ഒത്ത നടുക്കുകൂടിയാണ് ഈ റോഡ് പോകുന്നത്. ഒരു തരത്തിലും ഈ KICBയുടെ NOCയോ മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പഞ്ചായത്ത് അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്, മുമ്പ് ഇവിടെ ടാറിംഗ് ഉണ്ടായിരുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തുള്ള നവീകരണ പ്രവർത്തനം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഈ ഒരു റോഡ് സംബന്ധിച്ചുള്ള ആസ്തി വികസന രജിസ്റ്ററിൽ ഈ റോഡ് സംബന്ധിച്ചുണ്ടോ എന്ന കാര്യത്തിൽ പഞ്ചായത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാനും സാധിക്കുന്നില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഡാമിന്റെ ഈ വൃഷ്ടിപ്രദേശത്തിന് എതിർവശത്തായി ഉള്ള സ്ഥലങ്ങൾ പ്ലോട്ടുകളായി മുറിച്ചു വിറ്റിരുന്നു. ഈ മുറിച്ചു വിറ്റ ഭാഗം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥല ഉടമയാണ് ഈ താൽക്കാലികമായി റോഡ് നിർമ്മിച്ച് ടാർ ചെയ്ത് നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും KICBയുടെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുബിനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.